അപ്പം ഇന്നാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ വീഡിയോ ഇടുക. അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്, ഈവനിങ് വ്ളോഗ്. ഓക്കെ, ഹായ്, ഹലോ, വെൽക്കം ടു മൈ ഈവനിങ് വ്ളോഗ്. വേണ്ട, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണത്. ഇതിന് മുന്നൊരു ചാനലുണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. വേറൊന്നുമല്ല, അത് കുറച്ച് കൊള്ളാണ്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ എല്ലാവരും പറഞ്ഞു അത് ഇങ്ങനെയെന്നറിയോ, 5 വർഷം കൂടുമ്പോൾ 2 വർഷം 1 വർഷമൊക്കെ കൂടുമ്പോൾ ഒരാൾ കൂടുക, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആ ടൈമിൽ ആ വീഡിയോസിന് വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചാനൽ വീണ്ടും എടുത്തിട്ട് പിന്നെ അതിൽ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാനൽ കളഞ്ഞിട്ട് വേറെ ചാനൽ കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ നമുക്ക് ഇന്നലെ ഇപ്പം ഞാൻ സന്തോഷത്തിലാണെങ്കിൽ ഇന്ന് ഞാൻ സങ്കടത്തിലായിരിക്കും, നാളെ ഞാൻ ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും, മറ്റൊന്ന് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു ഇമോഷണൽ മൂഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഓരോ തോന്നലുകളായിരിക്കും, എല്ലാം ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ഭയങ്കര നെഗറ്റിവിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാവശ്യമില്ലാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തലയിലേറ്റി വെച്ചിട്ട് എല്ലാം ഞാൻ കാരണമാണെന്ന് ചിന്തിച്ചിട്ട് ഒരു മൂലൊക്കെ പോയിരുന്ന് കരയുക, എന്നിട്ട് മൂലൊക്കെ പോയിരുന്ന് ചിരിക്കുക, അങ്ങനെയൊക്കെ ഈ മത്സരത്താളിൽ പറയണ പോലെ മിക്കവാറും ഒരു ചെമ്പരത്തിപ്പൂ തലയിൽ വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്താൻ പോവുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്കൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ടുവരാം. നമുക്ക് ഇന്നത് ചെയ്താലാണ് നമുക്കൊന്ന് ഓക്കെ ആവുക എന്നുള്ളത് നമ്മളിങ്ങനെ സച്ചിട്ടുണ്ടിരിക്കുമ്പോൾ ഇന്ന് തോന്നിയതാണ്, ഇന്ന് ഞാനൊരു ചാനൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഓക്കെ ആക്കിയിട്ട് വേണം ഞാൻ എൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞ് പോസിറ്റീവിലേക്ക് പോകുക. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ ചിലർ ജേണൽ എഴുതും, ചിലർ ഡയറീസ് എഴുതും, ചിലർ എന്ത് ചെയ്യും, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഓരോരുത്തർ ചൂസ് ചെയ്യണ പോലെ എനിക്ക് ഇന്ന് തോന്നിയതാണ് ഈവനിങ് വ്ളോഗ് ഇടാം. പിന്നെ അമ്മയുടെ അമ്മന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ അങ്ങനെ എടുത്തിട്ട് എല്ലാവരും കാണിച്ചു തരൊക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്, കണ്ടുകൊണ്ടിരിക്കണേ നിങ്ങളും ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ ഇമോഷണലി ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ അങ്ങനെ ആവണ കുറേ പേരുണ്ടാവും എന്നറിയാം. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കാരണം ഞാൻ മാത്രമാണ് ആവുമ്പോഴാണല്ലോ നമുക്ക് ഡിപ്രഷൻ ആവണേ. എൻ്റെ കൂടെ കുറേ പേരുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് വിഷയമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയില്ല. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിന്ന് നേരെ അമ്മയുടെ അടുത്തേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് കണ്ടിട്ട് വരാം. ആകെ ഒരു തേങ്ങ ഉള്ളൂ കേട്ടോ. തേങ്ങയ്ക്ക് വില കൂടിയ കാരണം അതാ. നീ കണ്ണട പോട്ടോ, ഞാൻ കറക്റ്റായി കൂട്ടി. നന്നായി നല്ലതായാൽ മതിയായിരുന്നു ഗുരുവായൂരപ്പം. ഓക്കെ സൂപ്പർ തേങ്ങ. വെള്ളം തിളക്കട്ടെ, ഉപ്പിട്ടിട്ട് എന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യല് ഉണ്ട. വേറുണ്ട? കുഴക്കട്ട ഉണ്ടല്ല, കുഴക്കട്ട വിഘ്നേശ്വര കുഴക്കട്ട ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് തേങ്ങ, ശർക്കര. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ജീരകം ഇടും കേട്ടോ, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശർക്കര ഇങ്ങനെ ചിരകിയിട്ട്, ചിലവർ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ എനിക്ക് ശർക്കരയാണ് ഇഷ്ടം. അപ്പോൾ അമ്മ ചോദിച്ചു ശർക്കര വേണോ പഞ്ചസാര വേണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശർക്കര ആണെങ്കിൽ ഒന്നും കൂടെ ഒരു രസമല്ലേ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശർക്കര മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അടിപൊളിയായിട്ടാണ്. ഇനി ആ വെള്ളം തിളച്ച് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മളത് കറക്റ്റ് ഈ പത്തിരിക്കൊക്കെ ആക്കുന്ന പോലെ കറക്റ്റ് ആ ഒരു മിക്സ് കറക്റ്റ് ആവുന്ന വരെ നമ്മളതിങ്ങനെ ഇളക്കി കറക്റ്റ് ഒരു ഉണ്ടയാക്കി വെക്കാം. ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ജീരകം ഇടും. കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ചിലവർ ജീരകം ഇടില്ല കേട്ടോ. ഞങ്ങളിവിടെ പഴം പുഴുങ്ങുമ്പോഴും ഒക്കെ ജീരകത്തിരി ഇടും. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജീരകം ഇടും. അതേപോലെ ഉണ്ടയ്ക്കും അമ്മ കുറച്ച് ജീരകം ഇട്ടും. ഞങ്ങളിവിടെ അട പുഴുങ്ങുമ്പോൾ ആണെങ്കിൽ ഇപ്പോൾ കുഴക്കട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും വാഴയിലയിൽ വെച്ചിട്ടാണ് അമ്മ ഇതൊക്കെ ഉണ്ടാക്കുക. ഞാനും പണ്ട് മുതൽ അമ്മ അങ്ങനെ ചെയ്യണതേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും ആ സ്റ്റീമറിൻ്റെ ഉള്ളിലൊരു വാഴയില വെക്കും, എന്നിട്ടാണ് ഈ അടയും കുഴക്കട്ടൊക്കെ പുഴുങ്ങിയെടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കണം. ഈ ഫില്ല് ചെയ്യുക. അതായത് എനിക്ക് കുഴക്കട്ട ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം ഈ കുഴക്കട്ട അടൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ അട ഉണ്ടാക്കും, പക്ഷെ ഞാൻ തിന്നില്ല.
കുഴക്കട്ട ഉണ്ടാക്കിയ ഒരു പകുതിയൊക്കെ തിന്നിട്ട് മാറ്റി വയ്ക്കും. പക്ഷെ എനിക്കിപ്പോൾ അട ഭയങ്കര ഇഷ്ടമാണ്, കുഴക്കട്ട ഭയങ്കര ശർക്കരയും കൂടി ഇട്ടാണെങ്കിൽ പിന്നെ പറയണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ? ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. കവർ ചെയ്യാൻ കിട്ടിയില്ലേട്ടാ, അപ്പൊ ഇതെന്ത് ചെയ്യണം? ഗോപുരം പോലെ ആയിപ്പത്. അതിങ്ങനെ ഇത് എവിടുന്ന് വാങ്ങിയമ്മ? ഇത് വാങ്ങിയിട്ട് നമ്മൾ നാലമ്പലം 10, 14, 10, 12, 13 വർഷം മുന്നേ ആയിരിക്കും നാലമ്പലം കാണാൻ പോയി അച്ഛനുള്ള സമയത്ത്. അപ്പൊ ഞാനും അച്ഛനും കൂടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ഒരാളിത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അതെന്തത് വെളുത്തുള്ളി എന്നിട്ട് ഇവിടെ ഒരു ആണിയായിരുന്നു. അത് ആണി മാറിയിട്ട് പോയിട്ട് ഞാൻ വേറെ ആണി ഇട്ടത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വെളുത്തുള്ളി അച്ചി. ഇത് പിന്നെ എവിടെ കിട്ടിയിട്ടില്ല അല്ലേ, ഈ പറഞ്ഞ പോലെ എവിടെയും കണ്ടിട്ടില്ല ഈ സാധനം. ഇത്ര ചെറുത് കണ്ടിട്ടില്ല, ഇതിന്റെ കുറച്ച് വലുത് എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഇത് കൽപ്പാത്തിന്ന് വാങ്ങി എന്നുള്ളതായിരുന്നു. പക്ഷെ അമ്മ പറയണതല്ല, ഇത് രാമക്ഷേത്രത്തിന്നോ എവിടുന്നോ, രാമന്റെ എവിടുന്നോ ഭരതസ്വാമിയുടെ എവിടുന്നോ എവിടുന്നോ അറിയില്ല. അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നോട്ടാ. ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക. ഇവിടെ സ്റ്റീമറിലാണ് വെക്കുക, ഇഡ്ഡലി പാത്രത്തിലും ഇഡ്ഡലി ചെമ്പിലും വെക്കാന്നാണ് അമ്മ പറഞ്ഞത് കേട്ടാ. ഏതിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് ആ പാടൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ ആവി കയറ്റിയെടുത്താൽ മതി. സത്യം പറയുകയാണെങ്കിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല കേട്ടാ. അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് അറിയാമെന്നല്ലാണ്ട്. ഇപ്പം എനിക്കറിയുന്ന ഒരു കാര്യം ഫില്ല് ചെയ്യാനറിയാം, അതെല്ലാവർക്കും അറിയാതെ എനിക്കറിയാം. ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിന്നിട്ട് ഒരു കുഴക്കട്ട തിന്നണം തോന്നിയാൽ ചിലപ്പോൾ അമ്മ ചെയ്യണ കണ്ടിട്ടുള്ള ഓർമ്മയിൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുമായിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ തോന്നുക എനിക്ക് ആകെ ഫില്ല് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ. അത് പിന്നെ ഒന്നാമത് അമ്മ അടുത്തുണ്ട്, നമ്മൾ പറയുമ്പോഴത്തേക്കും അമ്മ നമുക്കത് ഉണ്ടാക്കി തരണു. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുക ഉണ്ടാവില്ല. ഇതിൻ്റെ ഷേപ്പ് കണ്ട പൊതുവെ നമ്മളിങ്ങനെ ഉണ്ട പോലെയാണ്. ചിലക്ക് കുറേ അച്ചിൻ്റെ അതൊക്കെ വെച്ചിട്ട് കുറേ ഷേപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഒരു പ്രത്യേകത. ഞങ്ങൾ വെളുത്തുള്ളി കുഴക്കട്ട എന്നാണ് പറയാം. കുഴക്കട്ടയിലൂടെ ഞാൻ എൻ്റെ പോസിറ്റിവിറ്റി ഉള്ളിലേക്ക് എടുത്തിരിക്കുന്നു. എൻ്റെ എല്ലാ നെഗറ്റിവിറ്റി ഞങ്ങൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ഒന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നുക, അങ്ങോട്ട് കളയുക, തിന്നിട്ട് കളയുക, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കളയുക. ഞാനൊക്കെ അങ്ങനെ ചെയ്യണ ഒരാളാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റുന്നൊന്നുമില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.